യാത്ര പോകാം കേരളത്തിലെ ജില്ലകളിലൂടെ. PSCtalks. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ മലബാർ റീജിയൻ കുറ്റ്യാടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ആണ്. എല്ലാം ആദ്യം കോഴിക്കോട് വന്നത്. അതാണ് ഞാൻ PSC ചോദിച്ച ആദ്യം കോഴിക്കോട് എന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് in Malabar region ആദ്യത്തെ ഹൈഡ്രോ ജല വൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുറ്റ്യാടിയാണ്. മറക്കരുത്, കുറ്റ്യാടി. ഏതാണ്? കുറ്റ്യാടി, കോഴിക്കോട്. കുറ്റ്യാടിയാണ്, മറക്കരുത്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ മലബാർ റീജിയൻ ഏതാണ്? കുറ്റ്യാടിയാണ്. ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ കേരളത്തിലെ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ ആണ്. ഏതാണ്? നമ്മുടെ കോഴിക്കോട് ടൗൺ ആണ് ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ. അപ്പോൾ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വിമൻ പോലീസ് സ്റ്റേഷൻ. ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ ആദ്യത്തെ വനിതകൾക്ക് വേണ്ടിയുള്ള പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോട് തന്നെയാണ്. ഇൻ ഇന്ത്യ ഓർ ഏഷ്യ, കേട്ടോ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വിമൻ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് തന്നെയാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 പോലീസ് സ്റ്റേഷൻ അടുത്തടുത്ത് പറഞ്ഞു. ആദ്യം ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ടൗൺ ആണ്. അടുത്ത ഞാൻ പറഞ്ഞു ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ എന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് തന്നെയാണ്, മറക്കരുത്, കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പറഞ്ഞു മലബാർ റീജിയനിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞു. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ പറഞ്ഞു കോഴിക്കോട് ടൗൺ എന്ന് പറഞ്ഞു. ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യ ചോദിച്ചാൽ കോഴിക്കോടാണെന്ന് പറയണം. മാത്രമല്ല ഫസ്റ്റ് എന്താണ്? കോക്കനട്ട് ബയോ പാർക്ക്. ഫസ്റ്റ് കോക്കനട്ട്, മറക്കരുത്, ഫസ്റ്റ് ബയോ കോക്കനട്ട് പാർക്ക് ചോദിക്കും കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ബയോ കോക്കനട്ട് പാർക്ക് കേട്ടോ. ഫസ്റ്റ് ബയോ കോക്കനട്ട് പാർക്ക് ഓഫ് കേരള. ഫസ്റ്റ് ബയോ കോക്കനട്ട് പാർക്ക് ഓഫ് കേരള. ആദ്യത്തെ കേരളത്തിലെ ബയോ കോക്കനട്ട് പാർക്ക്, മറക്കരുത്, ആദ്യത്തെ കേരളത്തിലെ ബയോ കോക്കനട്ട് പാർക്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട്, കാരണം അതിനൊരു കാര്യമുണ്ട്. വെറുതെ ബയോ കോക്കനട്ട് പാർക്ക് എന്ന് പറയില്ല കേരളത്തിലെ. എന്തുകൊണ്ട്? നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കേട്ടോ, മറക്കരുത്. അതായത് കോഴിക്കോട് ഈസ് ലീഡിങ് പ്രൊഡ്യൂസർ ഓഫ് ഏതാണ്? കോക്കനട്ട് ഇൻ കേരള കേട്ടോ, മറക്കരുത്. കേരളത്തിൽ കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും ലീഡിൽ നിൽക്കുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോടാണ് കേട്ടോ. അപ്പം ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിൽ നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, മറക്കരുത്. നാളികേരം ഏറ്റവും കൂടുതൽ, കോക്കനട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അതായത് കോക്കനട്ട് ലീഡിങ് പ്രൊഡ്യൂസർ ഡിസ്ട്രിക്റ്റ് ഏതാണ്? വേറെ ഒന്നുമല്ല, നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ആദ്യത്തെ ബയോ കോക്കനട്ട് പാർക്ക് കേരളത്തിലെ വരുന്നത്. ഏതാണ്? കോഴിക്കോടാണ്. കാരണം ഏറ്റവും ലീഡ് ചെയ്യുന്നത്, നാളികേരം ഉൽപ്പാദനത്തിൽ ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്ന ജില്ല കോഴിക്കോടായതുകൊണ്ട് ഫസ്റ്റ് ബയോ കോക്കനട്ട് പാർക്ക് ഇൻ കേരള ചോദിച്ചാൽ ഓഫ് കേരള കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഫസ്റ്റ് ആദ്യം കോഴിക്കോട് വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ മലബാർ റീജിയൻ കുറ്റ്യാടി എന്ന് പറഞ്ഞു. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഇൻ കേരള നമ്മുടെ കോഴിക്കോട് ടൗൺ എന്ന് പറഞ്ഞു. ഫസ്റ്റ് വിമൻ പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഓർ ഏഷ്യ കോഴിക്കോടാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബയോ കോക്കനട്ട് പാർക്ക് ഓഫ് കേരള
കോഴിക്കോടാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം കോക്കനട്ടിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ ജില്ല, നമ്മുടെ ജില്ല ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് തന്നെയാണ്. ഓർത്തുവെക്കാം അറിവുകൾ, ചേർത്ത് വെക്കാം PSC Talks.